ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ഒരു പുഷ്പക് പാൻറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കട്ട് ചെയ്ത ഈ പുഷ്പക് പാൻറ്റ് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇത് ഇനേബിൾ ചെയ്യണം കേട്ടോ, മറക്കാതെ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരോടും ആയിട്ട് പറയുകയാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പാൻറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ പാൻറ്റ് നമ്മൾ കട്ട് ചെയ്തത് അതിൻ്റെ പീസ് വെച്ചിട്ട് നമുക്ക് ഇതിനെങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്തതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ 2 കാലമായിട്ട് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനെ. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ മേൽഭാഗമായിട്ട് വരുന്നത്. മേലേന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് ഭാഗം ജോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് നമ്മൾക്ക് കാലിന് വണ്ണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ പീസുകൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നല്ലോ. അപ്പോൾ ഈ കട്ട് എടുത്തിരിക്കുന്ന ഈ പീസിനെ നമ്മൾ ഇതിൻ്റെ ഈ കർവ് വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ കർവ് വരുന്ന ഈ ചെറിയ ഷേപ്പ് വരുന്ന ഈ ഭാഗം ഈ താഴത്തെ സീറ്റിൻ്റെ ഈ ഭാഗത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ കോൺ പോലെയുള്ള ഭാഗമാണ് ഇവിടെ മേലെ വേസ്റ്റിൻ്റെ അടുത്ത് വരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ തിരിഞ്ഞു പോകും. എപ്പോഴും ഇവിടെ ഈ കർവുള്ള ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമ്മളൊരു 3.5 ഇഞ്ചിൽ കർവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കർവുള്ള ഭാഗം സീറ്റിൻ്റെ അടുത്തും കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്ത് വരണം. ഈ കോൺ പോലെയുള്ള ഭാഗം വേസ്റ്റിൻ്റെ ഭാഗത്തും വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ആ പീസിനെ വെക്കാനായിട്ട്. നമ്മൾ പതിയെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ 2 സൈഡിലും പീസ് കൊടുക്കണം. ആദ്യത്തെ പീസ് എങ്ങനെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ ഇട്ടിട്ട് വേണം ഈ പീസും രണ്ടാമത്തെ പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇതിൻ്റെ ബോട്ടം ഉണ്ടല്ലോ, കാലിൻ്റെ അടിവശം നമ്മൾ 1/4 ഇഞ്ച് വീതിയിൽ മടക്കി കൊടുക്കണം. 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് ഇടണം. ഇവിടെ കാലിൻ്റെ ഭാഗം ബോട്ടം ഉണ്ടല്ലോ അടിയിൽ, ഈ ബോട്ടത്തിൻ്റെ ഭാഗത്ത് നമുക്ക് അധികം ലൂസ് വന്നു കഴിഞ്ഞാൽ കാല് ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു 5.5 5.25 അത്ര ഇട്ടാൽ മതിയാവും. കാല് കയറാനുള്ള ഗ്യാപ്പ് മാത്രം ഇടുക. അല്ലെങ്കിൽ നമുക്ക് 6 6.5 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താകുന്ന ലൂസ്
കൂടുതലായിട്ട് കാലിറങ്ങി ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഡിസ്റ്റർബ് ആവും. പാൻറ് ഇട്ടാൽ കറക്റ്റായിട്ട് കിടക്കത്തില്ല. അപ്പോൾ നമ്മൾ ഒരു 5.5 അല്ലെങ്കിൽ 5.5 ഇട്ടാലും മതി, അല്ലെങ്കിൽ ഒരു പോയിൻറ്റോ 2 പോയിൻറ്റോ കൂടുതലിടാൻ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട ശേഷം ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ സെൻറ്റർ കുറച്ചും കൂടെ മേലെ വരുമ്പോൾ നമ്മളൊരു അവിടെയും ഏകദേശം ഒരു 5.5 5 ഒന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഷേപ്പ് എടുക്കുന്ന രീതിയിൽ വേണം, ഷേപ്പിൽ വേണം അടിക്കാനായിട്ട്. അപ്പോൾ അവിടെ ഒന്ന് ഒതുങ്ങി കിട്ടാനാണ് നമ്മളിങ്ങനെ ചെറിയൊരു ഷേപ്പിൽ ഇങ്ങനെ അടിച്ചു കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ലൂസായി കിടന്നാൽ കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അവിടെ വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു ചെറിയ ഷേപ്പ് എടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അങ്ങനെ മേൽഭാഗം വരെ ഇവിടെ ജോയിൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ പീസിൻ്റെ അവിടെ വരെ നമ്മൾ അതിനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. 1 ഇഞ്ച് വീതിയിലുള്ള അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് വീതിയിൽ മാർജിൻ നമ്മൾ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ട് ഫിനിഷ് ചെയ്യണം. ഒരു ഡ്രസ്സും സിംഗിൾ സ്റ്റിച്ച് ഇടരുത്, എല്ലാം ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ട് വേണം നമ്മൾ ഡ്രസ്സ് ഫിനിഷ് ചെയ്യാനായിട്ട്. അതിനുശേഷം എക്സ്ട്രാ ഇവിടെ മാർജിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അധികം മാർജിനിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളതിനെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് എടുക്കുക. കണ്ടോ, ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുക്കുമ്പോൾ കാലിൻ്റെ ഷേപ്പ് കിട്ടത്തുള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ വെച്ചേച്ച് ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് 2 പീസും കൂടെ ഇങ്ങനെ വെച്ചിട്ട് അധികം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അതിനെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വിടണം. ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വിടണം. ഈ ജോയിൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത കാല് തയ്ക്കാം. അടുത്ത കാലും അതേ രീതിയിൽ തന്നെ നമ്മൾ പീസ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. മേൽഭാഗത്ത് ഷേപ്പുകൾ തമ്മിൽ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഷേപ്പ് വരുന്ന ഭാഗത്ത് തന്നെ ഈ പീസ് ഇട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ പീസിൻ്റെ നല്ല വശവും ചീത്ത വശവും പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വശം ഏതാണ്, ചീത്ത വശം ഏതാണ്. റഫായിട്ടുള്ളത് നല്ല വശമായിരിക്കും, അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ നല്ല വശം. സ്മൂത്ത് ആയിട്ടുള്ളത് നല്ല വശവും റഫായിട്ടുള്ളത് ചീത്ത വശമായിട്ടാണ് വരിക. അപ്പോൾ നോക്കിയിട്ട് വേണം നമ്മൾ അത്. കളറുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചറിയാമെങ്കിൽ അത് നോക്കിയിട്ട് വേണം പീസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കോണുള്ള പീസ് മേലെ ഇട്ട് അടിയിലേക്കുള്ള കർവ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കോണുള്ള പീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആവരുത്. കറക്റ്റ് കർവിൻ്റെ ഭാഗം അടിയിൽ വരുന്ന പോലെ തന്നെ വേണം ഇടാനായിട്ട്. ഈ അടിഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ കറക്റ്റായിട്ട് വേണം കർവ് അടിയിൽ വരത്തക്ക രീതിയിൽ വേണം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എത്താതെ വരും. പിന്നെ അത് ഷേപ്പും കിട്ടത്തില്ല, നീറ്റായിട്ട് നമുക്ക് സീറ്റ് ടൈറ്റായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ആ കർവിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ നോക്കി സ്റ്റിച്ച് ചെയ്യണം. ശ്രദ്ധിച്ചാൽ എളുപ്പമാണ്. നമ്മൾ എന്തെങ്കിലും കുറച്ചൊരു ഇത് ടെൻഷൻ കാരണം അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു പോകും. പിന്നെ ആ പീസെല്ലാം ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ 2 പീസ് ഈ ഇവിടെ സൈഡിൽ ജോയിൻ ചെയ്യുന്നത് തിരിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് ഷേപ്പ് എവിടെയാണ് വരേണ്ടതെന്ന് നോക്കിയിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ പീസിൻ്റെ ഷേപ്പിൻ്റെ ഭാഗം എവിടെ വരണം അത് നോക്കി അറ്റാച്ച് ചെയ്യുക. എപ്പോഴും ഈ വലിയ വശം വേണം ഇതിനോട് ജോയിൻറ്റ് ചെയ്യാനായിട്ട്. എപ്പോഴും വലിയ വശവും അതുപോലെ തന്നെ താഴെ കർവുള്ളതും ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും.
അതിനുശേഷം മറ്റേ കാല് നമ്മൾ എങ്ങനെയാണ് തയ്ച്ച അതേപോലെ തന്നെ കാലിൻ്റെ ബോട്ടം നമ്മൾ 1/4 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചു കൊടുക്കണം. ഇവിടെ ഒരു 5.5 നമ്മൾ പിടിച്ച മറ്റേ കാലിനെ എങ്ങനെ പിടിച്ച് അതേപോലെ തന്നെ പിടിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ട് കാലിൻ്റെ തുമ്പുണ്ടല്ലോ അത് രണ്ടും ഒപ്പം വരത്തക്ക രീതിയിൽ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. കയറി ഇറങ്ങി ഇരിക്കരുത്. ഒരേ ലെവലായിട്ട് നമ്മൾ മാർജിൻ പിടിച്ചടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വന്നോളും. ഇതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആദ്യം അടിച്ച സ്റ്റിച്ച് എങ്ങനെയാണോ ഉള്ളത് അതേ ഷേപ്പിൽ തന്നെ വേണം തിരിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതിനുശേഷം ഇവിടെ സീറ്റുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പീസ് ഇങ്ങനെ വിടർത്തിയിടുക. അതിൻ്റെ മേലെ ഓപ്പോസിറ്റ് സൈഡ് ഈ ജോയിൻറ്റും ഒപ്പം വരത്തക്ക രീതിയിൽ നമ്മളിവിടെ ഇങ്ങനെ പിടിക്കണം. ഓക്കെ. ഈ ജോയിൻറ്റ് ഒപ്പത്തക്ക വരത്തക്ക രീതി അവിടെ ഒരു നല്ല ടൈറ്റായിട്ട് റഫ് അടിച്ചു കൊടുക്കണം. കാരണം അവിടെ എപ്പോഴും വിട്ടുപോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവിടെ ഒന്ന് നന്നായി റഫ് അടിച്ചു കൊടുത്താൽ കസ്റ്റമറൊക്കെ കംപ്ലൈൻറ്റ് എപ്പോഴും പറയാതിരിക്കുക. അപ്പം റഫ് അടിക്കാനായിട്ട് മറക്കരുത്. ഓൺ യൂസിനാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു സ്റ്റിച്ചിങ് അവിടെ എപ്പോഴും നമ്മൾ കട്ടിയായിട്ടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും പാൻറ്റ് ഓപ്പൺ ആകാതെ നല്ല വൃത്തിയായിട്ട് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കാല് ഏകദേശം റെഡിയായി. ഇനി വേസ്റ്റിൻ്റെ ഭാഗമാണ് റെഡിയാക്കാനുള്ളത്. സീറ്റും കാലും റെഡിയായിട്ട് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് വരിക. ഇത്രയുണ്ട്, ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് അടുത്ത മേലത്തെ വേസ്റ്റിൻ്റെ ഭാഗത്ത് വള്ളി ഇടണമല്ലോ. വള്ളിയോ ഇലാസ്റ്റിക്കോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം, കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വേസ്റ്റിൻ്റെ വണ്ണം അനുസരിച്ച് ഒരു പീസ് എടുത്ത് അതിനെ റെഡിയാക്കണം. അതൊരു 9.5-10 ഇഞ്ച് വീതിയിൽ ഉള്ള പീസ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ 10 ഇഞ്ച് വീതി ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 10 ഇഞ്ച് വീതി എടുത്തിട്ട് അതിനെ സെൻറ്ററിലെല്ലാം മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ 10 ഇഞ്ച് വീതി കിട്ടുന്ന ഭാഗത്ത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അതിന് വേണമെങ്കിൽ ആ പീസിന് അവിടെ ഒരു ജോയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വണ്ണം വേണോ അവിടെ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പം നമുക്ക് 44 വേസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് എത്രയാണെന്ന് നോക്കുക. വേസ്റ്റ് വന്നിട്ട് ഇവിടെ ഒരു 44 ആകുമ്പോൾ
ഒരു 50ഓ 52ഓ ഒക്കെ നമുക്ക് പാൻറ്റിൻ്റെ വണ്ണം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ലൂസായിട്ട് പാൻറ്റ് ഈസി ആയിട്ട് കെട്ടാനും ഇടാനും വയറിന് ടൈറ്റ് വരാതെ ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി 50-52 എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ 42 അല്ലെങ്കിൽ 44 വന്നിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചിൻ്റെയോ പീസ് 2 ഇവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻറ്റ് ചെയ്യാം. ഒരു സ്ക്വയർ പീസ് ഒരു 4-5 ഇഞ്ച് വീതിയിലുള്ള ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഇവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എവിടെയെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്കാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചാണ് നമ്മുടെ വീഡിയോയ്ക്ക് എത്രമാത്രം സപ്പോർട്ട് വരുന്നുണ്ടെന്ന് നോക്കിയിട്ടാണ് ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് വേണമെന്ന്. അതുപോലെ തന്നെ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പീസ് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മേലെ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെ ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. കച്ച നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. അപ്പോൾ അപ്പുറത്ത് ഒരു സ്റ്റിച്ച് ഇട്ടാലും മതിയാവും. ഞാൻ 2 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ആ പീസിൻ്റെ കച്ച ഇങ്ങനെ ഇതായിട്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പീസിലോട്ട് ജോയിൻറ്റ് ചെയ്ത പീസിലോട്ട് തള്ളി വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. രണ്ട് പീസ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലോ ഇവിടുന്ന് നമ്മൾ ഈ പീസിൻ്റെ വണ്ണം ഏകദേശം എടുത്ത അതേ രീതിയിൽ ഇവിടെ വണ്ണം നോക്കിയിട്ട് ഇവിടെ നമ്മൾ 1 ഇഞ്ചോ ഇങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നീഡിൽ പൊക്കിയിട്ട് വിട്ടിട്ട് പതുക്കെ നമ്മൾ താഴേക്കുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത പീസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത പീസിൻ്റെ 2 ഭാഗവും ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ട് തള്ളിയിട്ട് ഇതിനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഒരു 2 സൈഡിലോട്ട് 2 പീസും ഫോൾഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഓരോ പീസും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. തിരിച്ചിട്ടിട്ട് ഓപ്പോസിറ്റ് സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഉണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇവിടെ നമുക്ക് ഉണ്ടോ, ഇതിവിടെ മേലെ നമുക്ക് ഹോൾസ്, ഇവിടെ ത്രെഡ് ഇടാനായിട്ട് ഒരു ഹോൾസും ഉണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ നമുക്ക് ഈ പീസിനെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇതിനെ നമ്മൾ നമ്മുടെ പാൻറ്റ് പീസ് ഉണ്ടല്ലോ കാലയിലോട്ട് ജോയിൻറ്റ് ചെയ്യണം, വേസ്റ്റിലോട്ട്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ കാണണം. അതായത് ഇപ്പം നമ്മൾ തയ്ച്ച ആ
ഇതുണ്ടല്ലോ ഓപ്പൺ, അതിൻ്റെ ഭാഗത്ത് അടിയിലായിട്ട് നമ്മളൊരു നാച്ച് അടിക്കണം. ഇങ്ങനെ സെൻറ്റർ പിടിച്ചിട്ട് വേസ്റ്റിൻ്റെ ഭാഗം സെൻറ്റർ പിടിച്ച ശേഷം എക്സ്ട്രാ ഉണ്ടെങ്കിൽ മാർജിന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യണം. കട്ട് ചെയ്ത് ലെവൽ ചെയ്ത ശേഷം ഈ ജോയിൻറ്റ് ഈ ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് ഇവിടെ ഒരു ജോയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു അറിയാൻ പാകത്തിനൊരു ചെറിയ നാച്ച് ഇട്ട് കൊടുക്കുക. അതേപോലെ സൈഡിലും മനസ്സിലാകത്തക്ക രീതിയിൽ വെറുതെ ചെറുതായിട്ടൊരു നാച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഓൾസ് ഉള്ളത് മേലെ വെക്കണം കേട്ടോ. അടിയിൽ ഓൾസ് ഉണ്ടാകാൻ പാടില്ല ജോയിൻറ്റ് ചെയ്യുന്നിടത്ത്. എന്നിട്ട് നമ്മൾ ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് കാല് റെഡിയാക്കിയിരിക്കുന്ന പീസ് എടുത്തിട്ട് അതിൻ്റെ ഈ ജോയിൻ്റുള്ള ഭാഗം ഈ ജോയിൻറ്റിനോട് ചേർത്ത് വെച്ച ശേഷം ഇങ്ങനെ ഒരു അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ റഫ് അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള കാലിനുള്ള ഫ്രീ കിട്ടാനായിട്ടാണ് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൂസ് ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. പുഷ് ബാക്ക് പാൻ്റ് ആകുമ്പം വല്ലാണ്ട് ടൈറ്റായിട്ടും ഇരിക്കരുത്, കുറച്ച് ഫ്രീ വേണം. നമുക്ക് കുറച്ച് തടിയൊക്കെ ഉള്ളവർക്കാകുമ്പം വല്ലാണ്ട് ടൈറ്റായിട്ടിരുന്നാൽ കംഫർട്ടബിളായിട്ട് കാണത്തില്ല, അല്ലെങ്കിൽ ഇരിക്കാനും ഏക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൂസ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ ഇവിടെ സെൻറ്ററിൽ ഒരു നാച്ച് അടിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഇവിടെ ഒരു സെൻറ്ററിൽ നാച്ച് അടിച്ചിട്ടുണ്ട്. ആ നാച്ചും ഇവിടുത്തെ ഇതിൻ്റെ ജോയിൻ്റ് ഉണ്ടല്ലോ, ഈ ജോയിൻ്റ് രണ്ട് സ്ഥലത്തും ഒപ്പം വരണം, അല്ലെങ്കിൽ സെൻറ്റർ ഔട്ട് വരും. പിന്നെ നമുക്ക് ഇടുമ്പോൾ പാൻറ് ഒരു കംഫർട്ടബിൾ ആയിട്ട് വരത്തില്ല. അപ്പോൾ ആ നാച്ച് അടിക്കുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. നാച്ച് അടിച്ച ഭാഗത്ത് തന്നെ ഈ ജോയിൻ്റ് കണ്ടോ ഇവിടെ വരണം. ഈ നാച്ചിന് ഇവിടെ ചേർത്ത് എന്നിട്ട് അടിക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബാക്കും തിരിഞ്ഞു പോകും, കാലൊക്കെ ഒരുമാതിരി ഇരിക്കാനും നടക്കാനൊന്നും പറ്റത്തില്ലാത്ത ഒരവസ്ഥയിലോട്ട് വരും. അതുകൊണ്ട് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ജോയിൻ്റ് കൊടുക്കുമ്പോഴും. ഇവിടെ നമ്മൾ സൈഡ് അടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇവിടെ പ്ലേറ്റ് ഇടുന്ന സമയത്ത് ജോയിൻ്റ് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം അടിക്കാൻ. സൈഡിൽ ഇത് കുഴപ്പമില്ല, കാരണം ഇങ്ങനെ റൗണ്ടിൽ അടിച്ച് വരുന്നതായതുകൊണ്ട് സൈഡിൽ കുഴപ്പമില്ല. പക്ഷേ ബാക്കിലും ഫ്രണ്ടിലും ജോയിൻറ്റ് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ. രണ്ട് സ്റ്റിച്ച് ഇങ്ങനെ ജോയിൻ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മേലെ ഒരു ലോക്ക് കൂടെ വരുന്നുണ്ട്, ഡോർ ലോക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം. അപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിങ് പെർഫെക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. സേഫായിട്ട് നമുക്ക് ഡ്രസ്സ് ഇടാനായിട്ടുള്ള സേഫായിട്ട് ഇടാനും നൂല് ഇതാവാതെ ഇരിക്കുകയും വൃത്തിയായിട്ടുണ്ടാവും. അപ്പം നമ്മൾ ലോക്കും കൂടെ ചെയ്തെടുക്കണം. ലോക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്തവരാണെങ്കിൽ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. നമ്മുടെ വേസ്റ്റ് ഭാഗവും കൂടെ പുഷ് ബാക്ക് പാൻറ്റിൻ്റെ വേസ്റ്റ് ഭാഗം കൂടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ടോ, ഇങ്ങനെയാണ് പാൻറ്റ് വരിക. ഇത്രയും ഫ്രീ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ സൈസിനനുസരിച്ചാണ് നമ്മൾ ഇങ്ങനെ ഈ കാലിൻ്റെ അളവെടുക്കുക, അതുപോലെ തന്നെ വേസ്റ്റും എടുക്കുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് കണ്ടോ, ഇതിൻ്റെ ഹോൾസ് കണ്ടോ, ഹോൾസ് ഇവിടെ നമുക്ക് ഇതിട്ട് കൊടുക്കാം, വള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഇനി ചെയ്യാനുള്ളത് നമ്മൾ വള്ളി ഇട്ട് കൊടുക്കാനായിട്ട് ത്രെഡ് തയ്ച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 പീസ് ജോയിൻ്റ് ചെയ്യാൻ ഉള്ള പീസ് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക.
ഇവിടെ കണ്ടോ? അതിനുശേഷം ഈ ജോയിൻറ്റ് കൊടുത്ത് നമ്മളെടുത്ത ഈ പീസ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ മടക്കിയിട്ട് വള്ളി അടിച്ച് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കണം. വള്ളി അടിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇങ്ങനെ വള്ളി കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്യണം. ഒരു 1.5 ഇഞ്ച് വീതിയിലുള്ള പീസ് കട്ട് ചെയ്ത് എടുത്താൽ മതിയാകും. അതിന് എന്നിട്ട് 3-4 പീസ് ചേർത്തിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്യണം. ജോയിൻറ്റ് ചെയ്തിട്ട് 3 4 മടക്കി നമ്മൾ ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് എത്ര വള്ളിക്ക് നീളം വേണോ അത്രയും അടിച്ചെടുത്താൽ മതി. നീളം ആവശ്യത്തിനായി കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ വള്ളി അടിച്ചെടുത്ത പീസ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഈ ഹോൾസ് ഇട്ടിട്ടുള്ള ഈ ഭാഗത്തേക്ക് ഇതിനെ തള്ളി പുറത്തേക്ക് എടുക്കണം. ആദ്യം ഇതിനെ തള്ളി പുറത്തേക്ക് ഇടുക. അതിനുശേഷം ഇതിനെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ഇടണം. അതുകൊണ്ട് അതിനെ ഫുള്ള് തള്ളി ആദ്യം നമ്മൾ പാൻ്റ് അടിച്ച രീതിയിൽ തന്നെ, പാൻ്റ് ഇതിനു മുമ്പ് ലൂസ് പാൻ്റ് അടിച്ച് കാണിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ ഇതിനെ മടക്കി കൊടുക്കുക 1 ഇഞ്ച് വീതിയിൽ. 1 ഇഞ്ച് വീതി മതിയാവും ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നതിന്.
ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ത്രെഡിനെ വലിച്ചിടണം. ശേഷം ഇവിടെ നമ്മൾ ത്രെഡ് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ പാൻറ് സ്റ്റിച്ചിങ് ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്ത് എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് അയൺ ചെയ്തെടുക്കണം. ഇത്രേ ഉള്ളൂ നമ്മുടെ പാൻറ്റിൻ്റെ വർക്ക്. ഇതാണ് പുഷ് ബാക്ക് പാൻറ്. സ്റ്റിച്ചിങ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ചെയ്യുക. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത കാണാം.